എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് വത്തക്ക കൊണ്ടൊരു കറിയാണ്. വത്തക്കയുടെ ഉള്ളിലെ ഭാഗം നമ്മൾ തിന്നു കഴിഞ്ഞാൽ വത്തക്കയുടെ തൊണ്ട് കളയാതെ നമുക്ക് അതിൻ്റെ പരിപ്പിട്ടിട്ടോ ചക്കക്കുരു ഇട്ടിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിലും നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു കറി ഉണ്ടാക്കാം. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. നമുക്കിനി വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടുന്ന ചേരുവകളാണ് ഞാൻ ചക്കക്കുരു ഇട്ടിട്ടാണ് വെക്കുന്നത്. ചക്കക്കുരു, തേങ്ങ, ഉള്ളി, 2 പച്ചമുളക്, ചെറിയൊരു വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വത്തക്ക മുറിച്ച് ചുവന്നത് മാറ്റി അതിൻ്റെ പുറം തൊലി എടുക്കാം. ഉപ്പ് ഇത് നമുക്ക് മുറിച്ച് പുറംതൊലി എടുക്കാം. ഞാനിപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇത് പരിപ്പ് കൂട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ചൂടിന് വത്തക്ക വാങ്ങും. അപ്പോൾ ഇത് തൊണ്ട് കളയാതെ നമുക്ക് കറി വെക്കാൻ എടുക്കാം. അതുമല്ല ഇപ്പം കടകളിലും മറ്റും ഒന്നും പോവാനും സാധനം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട സമയമായതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇതിങ്ങനെ മുറിച്ച് മാറ്റി നമുക്ക് ഇതിൻ്റെ പുറംതൊലി കളഞ്ഞിട്ട് എടുക്കാം. ഇത് നമ്മൾ വെള്ളരിയും കുമ്പളവും ഒക്കെ വെച്ച അതേ ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് തക്കാളിയോ പുളിയോ ഒക്കെ പാർന്ന് അങ്ങനെയും വെക്കാം. തക്കാളിയും ഇട്ട് പുളി ഒഴിച്ചിട്ടു മോരും പാർന്നിട്ടു ഓരോരുത്തരുടെ ഇഷ്ടത്തിന് രുചിക്കനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഈ പച്ചക്കറിയിൽ പുളി ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പരിപ്പോ ചക്കക്കുരു എല്ലാം ഇട്ടിട്ടാണ് വെക്കാറ്. പുളി വാരാറില്ല. ചിലർക്കൊക്കെ പുളിയൊക്കെ ഒഴിച്ച് നല്ല ഇഷ്ടമായിരിക്കും. നമുക്കിതിങ്ങനെ വെള്ളരിയും കുമ്പളമൊക്കെ അരിയും പോലെ അരിഞ്ഞെടുക്കാം. ഈ സമയത്ത് ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ കളയാതെ നമുക്ക് എല്ലാം ഇപ്പോൾ ഉപകാരപ്പെടും. കടകളിൽ നിന്നും വാങ്ങിക്കാനും ആണുങ്ങൾക്കൊന്നും ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയോ ഇങ്ങനത്തെയൊക്കെ സന്ദർഭമായതുകൊണ്ട് നമുക്കിതെല്ലാം ഉപകാരപ്പെടും. ഇനി നമുക്ക് തൊലി പോക്കി എടുക്കാം. കുരുവിൻ്റെ ചുവന്ന തൊലി പോക്കരുതെന്ന് പറയും. പക്ഷേ അത് നല്ല ക്യാൻസർ രോഗത്തിനൊക്കെ നല്ലതാണെന്ന് പറയും. പക്ഷേ അത് നമ്മൾ കറി വെക്കുമ്പോൾ അത് വെന്താൽ അതിങ്ങ് പൊങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ അല്പം കുരുവിൻ്റെ തൊലി പോക്കിയത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നമുക്കിനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. 2 പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഒരു ചെറിയ വെല്ലുള്ളി. ഇനി മഞ്ഞൾ മുളകും നേരത്തെ കാണിക്കാൻ വിട്ടുപോയിരുന്നു. അതിലേക്ക് നമുക്കിനി അല്പം മഞ്ഞളും ഒരു 1/2 ടീസ്പൂൺ മുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് അല്പം വെള്ളവും ഒഴിച്ചിത് വേവിച്ചെടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. 2 വിസിൽ മാത്രമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. 2 വിസിൽ വന്നാൽ നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി അതിന് വേണ്ടിയ തേങ്ങ നമുക്ക് ആ വിസിൽ വരുമ്പോഴേക്കും അരച്ചെടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തത്. തേങ്ങയുടെ പകുതി. ഇത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം അരച്ചെടുക്കാം. ഇത്ര കറി വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഒന്ന് കയ്യിൽ വെച്ചൊന്ന് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അധികം അടിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതെല്ലാം മൊത്ത വേവാണ്. അധികം വെന്താൽ കലങ്ങിപ്പോകും. നമുക്കിനി അതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം.
മഞ്ഞളും മുളകും ഒക്കെ ഒത്ത കളറാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നതാണ്. പച്ചക്കറിയുടെ അതേ കളർ തന്നെയാണ് കറിക്കുള്ളത്. അത് തിളക്കാൻ വെച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് വറ്റൽ മുളകിട്ട് കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് പിന്നെ പച്ചക്കറി വറൽ കഴിക്കുമ്പോൾ കായും പരിപ്പും അങ്ങനെയുള്ളതൊക്കെ വെക്കുമ്പോൾ അല്പം മുളക് പൊടി അവസാനം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഭയങ്കര ടേസ്റ്റ് കിട്ടും. ഒരു അല്പം മുളക് പൊടി അവസാനം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് കിട്ടും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.